Okay, so welcome again to Target Learning App. നമ്മളിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാളെ നമ്മളുടെ ഇംപ്രൂവ്മെന്റ് ബയോളജി ലെവൽ +2 ൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നാളെ +1ന്റെ ഇംപ്രൂവ്മെന്റ് ബയോളജിയുടെ എക്സാം ആണ്. സോ നമുക്ക് ബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ബോട്ടണി പ്ലസ് സുവോളജി ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ സുവോളജിന്റെ സംഗതി ഷഹീർ സാർ പറഞ്ഞു തരും, ബോട്ടണിന്റെ സംഗതി നമ്മളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 60 മാർക്കിനാണ് നമ്മളുടെ എക്സാംസ്. അതിൽ 30 മാർക്ക് സുവോളജി, 30 മാർക്ക് ബോട്ടണി എന്നാണ്. അപ്പം ബോട്ടണിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഒബിവിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതുപോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതായിരിക്കും? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒബിവിയസ്ലി. ഓക്കെ, സോ ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം കഴിഞ്ഞ ഒരുപാട് വർഷത്തെ 3 ഇയർ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് വന്നാലും നാളത്തെ എക്സാമിന് പഠിക്കാൻ, നാളത്തെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്സ് എല്ലാം നിങ്ങൾ തീർത്തും പഠിച്ചു പോകണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തിങ്കളാഴ്ച നടന്ന കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഭൂരിഭാഗം ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയർ എന്നാണ്. 2016, 2017 കൊല്ലങ്ങൾക്ക് ശേഷം ചോദിച്ചിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിനിയാന്ന് നടന്നിട്ടുള്ള കെമിസ്ട്രി ഇംപ്രൂവ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട്. സോ സെയിം ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വരുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. സോ ഇന്ന് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 30 ക്വസ്റ്റ്യൻസ് ഇത്രയും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 3 മാർക്കിൻ്റെ 30 ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മളുടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 30 ക്വസ്റ്റ്യൻസിൻ്റെ 30 ടോപ്പിക്കുകൾ എന്തായാലും അതിൽ ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും ആ 30 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ബാക്കി ടോപ്പിക്കുകൾ പഠിക്കണ്ട എന്നല്ല, പക്ഷേ ഈ 30 ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ നൽകേണ്ടത് ഏതിനാണ്? ഈ ഒരു 30 ടോപ്പിക്കിനാണ്. ഓക്കെ ആണല്ലോ? എന്നാൽ പോയാലോ? സെറ്റ് അല്ലേ? ഓക്കെ, എന്നാൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. നോക്കിട്ടോ, എന്താ ഒന്നാമത്തെ ചോദ്യം? C4 പ്ലാൻസ്, C3 പ്ലാൻസ് തുടങ്ങിയ സംഗതികളൊക്കെ നമ്മൾ ഏത് ചാപ്റ്ററിലാണ് മക്കളെ കേട്ടത്? നമ്മൾ കേട്ടത് പണ്ടത്തെ 13ാമത്തെ ചാപ്റ്റർ, ഇപ്പോഴത്തെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിലാണ് നമ്മൾ C4 സൈക്കിളും. അപ്പോൾ C4 സൈക്കിളുള്ള പ്ലാന്റ്സിനെ C4 പ്ലാന്റ്സ് എന്നും, C3 സൈക്കിൾ കാൽവിൻ സൈക്കിളുള്ള പ്ലാന്റ്സിനെ C3 പ്ലാന്റ്സ് എന്നും നമ്മൾ വിളിച്ചത്. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ നോക്കുക. എന്താ ക്വസ്റ്റ്യൻ? C4 പ്ലാന്റ്സ് ഹാവ് ലാർജ് സെൽസ് അറൗണ്ട് ദ വാസ്കുലാർ ബണ്ടിൽസ് ഓഫ് ലീവ്സ്. ആ ലാർജ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ബണ്ടിൽ സെൽസ്, ബണ്ടിൽ ഷീത്ത് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബണ്ടിൽ ഷീത്ത് സെൽസ് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ ബണ്ടിൽ ഷീത്ത് സെൽസ് ഉള്ള ദാറ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമിയുടെ പേരെന്താണ് എന്നാണ് എ ക്വസ്റ്റ്യൻ. ആൻഡ് ആ ഒരു അനാട്ടമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്ത്? ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രാൻസ് അനാട്ടമി. എന്താണ് ബി ക്വസ്റ്റ്യൻ? എന്താണ്? റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ബണ്ടിൽ ഷീത്ത്. അപ്പം ഇങ്ങനെയുള്ള ബണ്ടിൽ ഷീത്ത് സെൽസ് കാണുന്ന അനാട്ടമിയാണ് എന്ത്? ക്രാൻസ് അനാട്ടമി. അപ്പം റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ക്രാൻസ് അനാട്ടമി, ബോത്ത് ആർ ഈക്വൽ. സോ എന്താണ് രണ്ടാമത്തെ? അതായത് ഇപ്പം ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. സോ ഇതിന് 1 മാർക്കും ഇതിന് 2 മാർക്കും ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ 2 ഫീച്ചേഴ്സ് എന്താ? നമ്മൾ 3 ഫീച്ചേഴ്സ് ആണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത്. ആ 3 ഫീച്ചേഴ്സിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ആണ് ഇതേക്കാൾ. ഒന്നാമത്തേത് എന്താ? ഇഷ്ടംപോലെ ക്ലോറോപ്ലാസ്റ്റ് സെല്ലുകൾ ഉണ്ടാവും. രണ്ടാമത്തത് ഇന്റർസെല്ലുലാർ സ്പേസസ് അധികം ഉണ്ടാവില്ല. ദെൻ തിക്ക് വാൾസ്, ഇംപെർവിയസ് ടു ഗ്യാസ് എക്സ്ചേഞ്ച് മര്യാദയ്ക്ക് രീതിയിൽ നടക്കില്ല. അങ്ങനെയുള്ള 3 കാര്യങ്ങളായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? സോ ഒരു ഒന്നാമത് 30 എണ്ണത്തിൽ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് നോക്കുക. സിമ്പിൾ ആണ്, ക്ലിയർ ആണ്, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകത എല്ലാം എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, സോ എന്താണ് അടുത്തത്? എന്താണ്? A and B are the floral diagrams. ഓക്കെ, ഇതിലെ ബി ക്വസ്റ്റ്യന് നിലവിൽ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. ബി ക്വസ്റ്റ്യൻ നിലവിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ബി ഫിഗർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എയിലേക്ക് പോകാം. എന്താണ്? A and B are the floral diagrams of 2 angiosperm families. ചാപ്റ്റർ ഏതാ? ചാപ്റ്റർ മോർഫോളജി ഓഫ് ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, ഐഡന്റിഫൈ ദ ഫാമിലീസ് ഓഫ് A and B. നമുക്ക് ബി ഇല്ലാത്തതുകൊണ്ട് ഐഡന്റിഫൈ ദ ഫാമിലീസ് ഓഫ് A. ഐഡന്റിഫൈ ദ ഫാമിലി നമ്മളോട് ചോദിക്കാല്ല, കാരണം നമുക്ക് ഇപ്പം നിലവിൽ ചാപ്റ്റർ പഠിക്കാനുള്ള ആകെ ഒരൊറ്റ ഫാമിലി. ഏതാണ് ഒരൊറ്റ ഫാമിലി? സോളനേസി. അപ്പോൾ അണ്ണൻ എന്തേക്കാരം? സോളനേസി ഏക്കാരം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളനേസിയാണ്. ഓക്കെ, ദെൻ റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഗൈനീഷ്യം ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എന്റെ ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടേഴ്സ് എന്താ? ബൈകാർപ്പിലറി ആണ്, സുപ്പീരിയർ ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേനോ? സോ ഇവിടെ ഇപ്പം 3 മാർക്കിൻ്റെ ഇത് 2 ആണ്. സോ
നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ ആ ഗൈനീഷ്യത്തിൻ്റെ നമ്മളവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മോർഫോളജിത്തെ ന്യൂ ടെക്സ്റ്റ് ബുക്കിൻ്റെ മോർഫോളജിത്തെ ഏറ്റവും ലാസ്റ്റ് പേജിൽ 4-ാമത്തെയോ 5-ാമത്തെയോ വരിയിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഗൈനീഷ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് സിമ്പിളാണ്, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വരി മക്കളെ, 3-ാമത്തേൽ പോയി എന്താണ് ഫോളോയിങ് ആർ ദ ഡയഗ്രംസ്. ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫോളോയിങ് ആർ ദ ഡയഗ്രംസ് ഷോയിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ടിസ്റ്റം ആൻഡ് മോണോകോട്ടിസ്റ്റം. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഇത് രണ്ടും നോക്കിയിട്ട് ഇത് രണ്ടും തമ്മിലുള്ള എന്ത് ഇതാക്കുക? 3 ഡിഫറൻസുകൾ എഴുതുക. അതാ 1-ാമത്തെ ഡിഫറൻസ് ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഈ സംഗതി ഇവിടെ ഇല്ല. ഓക്കെ, എന്താണ്? എപ്പിഡെർമൽ ഹെയേഴ്സ് അല്ലെങ്കിൽ ട്രൈകോംസ്. ട്രൈകോംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? വി കോൾഡ് ഇറ്റ് ആസ് എപ്പിഡെർമൽ ഹെയർസിനെയായിരുന്നു നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ട്രൈകോംസ് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രൈകോംസ് ഈ ഫിഗറിൽ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ ഫിഗറിൽ കാണുന്നുണ്ടോ? ഇല്ല. സോ എന്താണ് 1-ാമത്തെ ഡിഫറൻസ്? ദെൻ 2-ാമത് നോക്കി, ഇവിടെ ഈ സെൻട്രൽ പോർഷനെയല്ലേ മക്കളെ നമ്മൾ പിത്ത് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ആ പിത്ത് ഇവിടെ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 2-ാമത്തെ സംഗതി അത്. ദെൻ 3-ാമത്തെ സംഗതി നോക്കിടാ, ഇവിടെ ഈ വാസ്കുലർ ബണ്ടിൽസ് സൈലും ഫ്ലോയൊക്കെ ഇവിടെ ഇങ്ങനെയല്ലടാ മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെയാണോ? അല്ലല്ലോ, സ്കാറ്റേർഡ് ആയിട്ടല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നന്നായി. ഇനിയുണ്ട് ഒരുപാട് ഡിഫറൻസുകൾ ഈ ചിത്രം നോക്കി അങ്ങക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ സിമ്പിൾ ആണ്. അടുത്തേക്ക് പോയി അടുത്ത നോക്കിടാ. ഒബ്സർവ് ദ ഫിഗർ, ചാപ്റ്റർ മോർഫോളജി. ഓക്കെ, ടോപ്പിക് എസ്റ്റിവേഷൻ. ഐഡന്റിഫൈ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ എസ്റ്റിവേഷൻ ഓഫ് എ ആൻഡ് ബി. ഏതാണ് എ ആൻഡ് ബി? ഏതൊക്കെ ടൈപ്പ് എസ്റ്റിവേഷൻ ഉണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടോ? ഓക്കെ, അപ്പൊ 3 ടൈപ്പ് എസ്റ്റിവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് എസ്റ്റിവേഷൻ? 3 ടൈപ്പ് എസ്റ്റിവേഷൻ. 1-ാമത്തത് വാൾവേറ്റ്, 2-ാമത്തത് ട്വിസ്റ്റഡ്, 3-ാമത്തത് ഇംബ്രിക്കേറ്റ് ആൻഡ് 4-ാമത്തത് വെക്സിലറി. ഓക്കെ, സോ ഈ 4-മാണ്. അതിലേതാണ് ഇത് എന്നാണ് ചോദിച്ചത്. ഇത് 1-ാമത്തതല്ല, ഇത് 2-ാമത്തതാണ്. 2-ാമത്തത് ഏതാണ്? ട്വിസ്റ്റഡ് ആണ്. ഇത് 3-ാമത്തതല്ല, ഇത് 4-ാമത്തതാണ്. 4-ാമത്തത് ഏതാണ്? വെക്സിലറി. സോ ഇതേതാണ്? ഇത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. ഇതാണ് ഏത്? ഇത് വെക്സിലറി എസ്റ്റിവേഷൻ. അടുത്തത് എന്താ? റൈറ്റ് 1 പെക്യുലാരിറ്റി ഓഫ് എ. ട്വിസ്റ്റഡിന്റെ പെക്യുലാരിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെക്യുലാരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് കൊടുത്താൽ മതി. ഇതിന്റെ എന്താണ്? കൊറോള അല്ലെങ്കിൽ അതിന്റെ 1 സൈഡ് ഓവർലാപ്ഡ് ആണ്. പക്ഷേ 1 സൈഡ് എന്താ? 1 സൈഡ് താഴെയും 1 സൈഡ് ഡൗൺ സൈഡിലും 1 സൈഡ് എന്തായിരിക്കും? അപ്പ് സൈഡിലും ആയിരിക്കും. അങ്ങനെ കവർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ എന്തിന്റെ ഡെഫിനിഷൻ കൊടുത്താൽ മതി? ട്വിസ്റ്റഡിന്റെ ഡെഫിനിഷൻ കൊടുത്താൽ മതി. ഏതിന്റെ കേസിൽ? ഇതാ ഈ ഒരു 2-ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 1 പെക്യുലാരിറ്റി ഓഫ് എ. 3-ാമത്തെ നോക്കി, സി ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ 3 കൈൻഡ്സ് ഓഫ് പെറ്റൽസ് ഇൻ ബി. ഇത് ഏതേനു? ഇതാണ് സ്റ്റാൻഡേർഡ് പെറ്റല്, ഇത് വിങ് പെറ്റല്, ഇത് ഏതേനു? ഇത് കീൽ പെറ്റല്. അറിയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The plant growth regulators chapter, last chapter, plant growth and development, last chapter. Regulators are divided into 2. ഏതൊക്കെയാ? 2 ഏതൊക്കെയാ? Growth promoters and growth inhibitors. Name the 3 hormones which are known as plant growth promoters. ഏതൊക്കെയാ? ഓക്സിന്, ജിബറലിന്, സൈറ്റോകൈനിന്. അടുത്തത് നെയിം ദ ഗ്രോത്ത് ഇൻഹിബിറ്റർ വിച്ച് ഈസ് നോൺ ആസ്. ഗ്രോത്ത് ഇൻഹിബിറ്റർ 2 ഏതൊക്കെയാ? എഥിലിനും അബ്സിസിക് ആസിഡും. നെയിം ദ ഗ്രോത്ത് ഇൻഹിബിറ്റർ വിച്ച് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. അപ്പോൾ ഒന്നെങ്കിൽ എഥിലിനും ആണ് അല്ലെങ്കിൽ അബ്സിസിക് ആസിഡ് ആണ്. ദ ആൻസർ ഈസ് അബ്സിസിക് ആസിഡ്. റൈറ്റ് എനി 2 റോൾസ് ഓഫ് ദി അബവ് ഐഡന്റിഫൈഡ് സ്ട്രെസ് ഹോർമോൺ. നമ്മളുടെ അബ്സിസിക് ആസിഡിനെ നമ്മൾ ഒരുപാട് എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരുപാട് റോൾസ്, ഒരുപാട് അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഫർ ചെയ്യാനുള്ള ക്ലാസ്സിൽ പറയാനുള്ള സംഗതി എന്നുള്ളത് വളരെ സിമ്പിളായിട്ടാണ്. ഡോർമൻസിക്ക് സഹായിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു 2. സോ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിന് 1 മാർക്കായിരിക്കും, ഇതിന് 1 മാർക്ക്, ദെൻ ഇതിന് 1 മാർക്ക്. 2 റോൾ എഴുതിയാൽ 1 മാർക്ക്. 1 റോൾ എഴുതിയാൽ എത്ര കിട്ടുള്ളൂ? അര മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, സിമ്പിൾ. വരിക അടുത്തതിൽ നോക്കി. ഒബ്സർവ് ചാപ്റ്റർ മോർഫോളജി. ഏതാ? ഒബ്സർവ് ദ ഫിഗർ എ ആൻഡ് ബി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഡിഫൈൻ വീനേഷൻ. എന്താ വീനേഷൻ? വീനേഷൻ ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന. അടുത്തത് എന്താ? നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് വീനേഷൻ ഓഫ് എ. ഏതാ? എ ആണ് എന്ത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. എന്താ റെറ്റിക്കുലേറ്റ് വീനേഷൻ? എന്താ? ഹിയർ ദ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. വെയിൻസും വെയിൻലെറ്റ്സും കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്കുകൾ ഉണ്ടാകുന്നു. ദെൻ എന്താണ് ബി? ഹിയർ വെയിൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ആൾസോ ടു ദ മിഡ്രിപ്പ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത നോക്കി. ചാപ്റ്റർ
anatomy. Observe the given below. Observe the figure given below. ഏതാണ്? Write any 3 features of the mesophyll cells from the figure. അപ്പം mesophyll cellsന്റെ any 3 feature ആണ് എന്ത് ചെയ്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം? എന്താണ് mesophyll cells എന്ന് പറയണം. ഓക്കെ, സോ എന്താ mesophyll cells? ഇതാ നിങ്ങൾക്ക് അറിയാം, ഇതാണ് ഒരു എപ്പിഡെർമിസ്, താഴത്തുള്ള എപ്പിഡെർമിസ്, ഇതാണ് എന്ത് മുകളിലത്തെ എപ്പിഡെർമിസ്. ഈ രണ്ട് എപ്പിഡെർമിസുകളുടെ ഇടയിലുള്ള സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ മീസോഫിൽ സെൽസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഒന്നാമത്തെ ഫീച്ചർ ആയിട്ട് അതന്നെ പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫീച്ചർ, ദെൻ ബാക്കി 2 ഫീച്ചറുകൾ പറയാനുണ്ട്. ദെൻ എവിടെ ഉണ്ട്? ഇവിടെ ഒരു ടൈപ്പ് മീസോഫിൽ സെൽസുകൾ ഉണ്ട്, ഇവിടെ വേറൊരു ടൈപ്പ് മീസോഫിൽ സെൽസുകൾ ഉണ്ട്. ഈ മീസോഫിൽ സെൽസുകളുടെ ഇടയിൽ എന്തില്ല? ഇന്റർ സെല്ലുലാർ സ്പേസ് ഇല്ല. ഇവിടെ കാണുന്ന ഈ മീസോഫിൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? വിളിക്കുന്ന പേരാണ് പാലിസൈഡ് മീസോഫിൽ എന്ന് വിളിക്കുന്നത്. അതെന്താണ്? ഒരു ഓവൽ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഒരു എലോങ്ങേറ്റഡ് ഷേപ്പിലാണ്. അതിൻ്റെ ഇടയിൽ എന്തില്ല? ദേ ആർ ക്ലോസ്ലി ക്ലോസ്ലി പ്ലേസ്ഡ് ആണ്. അതിൻ്റെ ഇടയിൽ എന്തില്ല? ഒരു സ്പേസ് ഇല്ല. ദെൻ ഇവിടെ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പോഞ്ചി മീസോഫിൽ. ഈ സ്പോഞ്ചി മീസോഫിൽ എന്താണ്? ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആണ്. ദെൻ ഇതിൻ്റെ ഇടയിൽ എന്ത് കാണുന്നുണ്ട്? സ്പേസസുകൾ നമുക്ക് കാണുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Flowers are classified into 3 types based on the position of floral warts on the thalamus. Which are they? ഏതൊക്കെയാ? Hypogynous, perigynous, epigynous. Right, the position of flower in each one of them. ഒന്നിൽ എന്താണ്? ഒന്നിൽ superior ആണ്, hypogynous superior ആണ്, perigynous half inferior ആണ്, epigynous inferior ആണ്. നിങ്ങൾക്ക് അറിയാം. Next, symbols ആണ്. What is respiratory quotient? എന്താണ് respiratory quotient? Respiratory quotient RQ is equal to amount of CO2 evolved divided by O2 consumed നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? RQ എന്ന് വിളിക്കുക. അതിൽ കാർബോഹൈഡ്രേറ്റിന്റെ RQ 1.0 ആണ്, 1 ആണ്. ഫാറ്റിന്റെ RQ എന്താണ്? 0.7. The simplest 3 mark that you can get. Okay, next, name the process which is common for aerobic and anaerobic. ഏതേനു common process ഏതേനു? That common process is the glycolysis. Write the site. എവിടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ. Write the name of the end product of this process. Pyruvic acid എന്ന പൈറുവേറ്റ്. Simple one. Next, observe the given figure. ഏതാണ്? ചാപ്റ്റർ ഏതാണ്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. റൈറ്റ് ദ നെയിം ഓഫ് ഫേസസ് മാർക്ക്ഡ് ആസ് എ. G1 ഇവിടെ ഉണ്ട്. അപ്പോൾ G1 കഴിഞ്ഞ ആരാ? G1 കഴിഞ്ഞിട്ട് ആരേക്കാരം? S കഴിഞ്ഞിട്ട് ആരാ? G2. അപ്പം എനും ബിനും മാർക്ക് ചെയ്ത് അടുത്തത് എന്താ? റൈറ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ എ ആൻഡ് ബി. എയിൽ നടക്കണ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ആണ് എന്ത്? DNA റെപ്ലിക്കേഷൻ നടക്കുന്നു എന്നുള്ളത്. ബിയിൽ G2 നടക്കുന്നത് എന്താ? പ്രോട്ടീൻസ് ഫോർ ഡിവിഷൻ എവിടെയാണ് ഉണ്ടാവുന്നത്? G2 ഉണ്ടാവുന്നത്. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? റൈറ്റ് ദ നെയിം ഓഫ് ദി പ്ലാന്റ് ഹോർമോൺ responsible for ripening of the fruits. ഏതാണ്? എഥിലിൻ. നെക്സ്റ്റ്, റൈറ്റ് എനി 2 other functions of this hormone. എന്താണ്? അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ, അങ്ങനെയുള്ള സീഡ്ലിങ്സിൽ അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ എന്നൊക്കെ അടക്കമുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്. What are the differences between aerobic respiration and anaerobic respiration? So 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ 3 ഡിഫറൻസ് എഴുതണം, അതായത് ടോട്ടൽ 6 പോയിന്റ് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്താ? എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ വേണം. എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ വേണം. അനഎറോബിക് റെസ്പിറേഷനിൽ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ്, എയറോബിക് റെസ്പിറേഷനിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട്. O2 CO2 അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ അനഎറോബിക് റെസ്പിറേഷനിൽ എന്തില്ല? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നില്ല. ദെൻ മൂന്നാമത്തത്, എയറോബിക് റെസ്പിറേഷൻ ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ. പക്ഷേ അനഎറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട് എന്ത്? ഫെർമെന്റേഷൻ. ആ ഫെർമെന്റേഷൻ എന്തുണ്ട്? 2 ടൈപ്പ് ഫെർമെന്റേഷൻ ആണ്. എന്ത്? ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഇനിയുണ്ട്, ഒരുപാട് ഇനിയുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് 3 പറഞ്ഞതേ ഉള്ളൂ. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The figure shown, again, cell cycle and cell division. The figure shown below the diagram I give you an important phase of mitosis. Cell cycle and cell division ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് മൈറ്റോസിസ് ആണോ മിയോസിസ് ആണോ ദെൻ ഇന്റർഫേസ് ആണോ എന്ന് നോക്കണം. സോ അവിടെ മൈറ്റോസിസ് തന്നിട്ടുണ്ട്. സോ മൈറ്റോസിസിൽ ഇങ്ങനെ എന്താ മക്കളെ എന്താ നോക്കിയതാ? ഇങ്ങനെയല്ലേ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ക്രോമസോംസ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട്, സോറി ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഐഡന്റിഫൈ ദ ഫേസ്. ഏതാ ഫേസ്? ഏതാ? സിമ്പിൾ മെറ്റാഫേസ്. അടുത്ത ഏതാ? വാട്ട് ആർ ദി കീ ഇവന്റ്സ് occurring during this phase? എന്താ കീ ഇവന്റ്സ്? എന്താണ് നമ്മളുടെ ഈ ഒരു മെറ്റാഫേസിലെ ക്രോമസോംസ് ഹൊറിസോണ്ടൽ ഇമാജിനറി പ്ലെയിൻ ആയിട്ടുള്ള മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്രോമസോംസിലേക്ക് മക്കളെ ആര് വരുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് കം ആൻഡ് അറ്റാച്ച്.
ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. ഓക്കെ, കുറെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓക്സിൻ ആണോ സൈറ്റോകൈനിൻ ആണോ എന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇന്റർനോഡ് എലോങ്ങേഷൻ ഓഫ് ഷുഗർ കെയിൻ, ഇത് ഏതാണ്? ദിസ് ഈസ് ജിബ്ബറിലിൻ. അടുത്തത് പ്രൊമോട്ട്സ് സെൽ ഡിവിഷൻ, ആരാണ്? സൈറ്റോകൈനിൻ. ബോൾട്ടിംഗ്, ഇത് രണ്ടും സെയിം ആണ്, എന്താണ്? ജിബ്ബറിലിൻ. അപ്പിക്കൽ ഡോമിനൻസ്, ആര്? ഓക്സിൻ. ഇനീഷിയേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്, ആര്? ഓക്സിൻ. ദെൻ ഓവർകം അപ്പിക്കൽ, പിന്നെ ആകെ ബാക്കിയുള്ളത് ആരാ? സൈറ്റോകൈനിൻ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് പറയുമ്പോൾ, ഈ ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മളുടെ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിൻ്റെ എല്ലാ ഫങ്ഷൻസും നിങ്ങൾ പഠിച്ചു പോകണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ വരിക. അപ്പം നമ്മൾ ഒരു ഓക്സിൻ്റെ മാത്രം, അല്ലെങ്കിൽ സൈറ്റോകൈനിൻ്റെ മാത്രം, അല്ലെങ്കിൽ എഥിലിൻ്റെ മാത്രമാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിലപ്പെട്ട 3 മാർക്കാണ് നിങ്ങൾക്ക് പോകാൻ പോകുന്നത്. സോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ പഠിക്കലാണ്. അപ്പം പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററുകൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇത് പഠിച്ചു പോകണം. ഇത് മീൻസ് ഈ ഓരോന്നിനും ഓക്സിൻ്റെ, ജിബ്ബറിലിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ്റെയും അബ്സിസിക് ആസിഡിൻ്റെ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോകണം. ഡിസ്കവറി ഒക്കെ അത് പഠിച്ചിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിലൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് വരി. എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. വിച്ച് ഹോർമോൺ ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ? നമ്മൾ നേരത്തെ പറഞ്ഞു. നെയിം ദ ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിനോമിനൻ കോൾഡ് ബോൾട്ടിംഗ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. വിച്ച് ഹോർമോൺ പ്ലേസ് ഇൻ അപ്പിക്കൽ ഡോമിനൻസ്? നേരത്തെ പറഞ്ഞു. ഒരട്ടം പറഞ്ഞാൽ നമ്മൾ പറയില്ല. അടുത്ത് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മിയോസിസ് 1. ശ്രദ്ധിക്കുക, മിയോസിസ്. മിയോസിസ് 1 is prophase 1, which is further divided into 5 phases. Write the 5 phases of prophase 1 in correct sequential order. ഏതൊക്കെയാ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പെക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാഗൈനസിസ്. 5 സ്റ്റേജുകൾ. ഐഡന്റിഫൈ ദ ഫേസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ഏതാണ്? പെക്കിറ്റീനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അതായത് മൂന്നാമത്തെ ലെപ്റ്റോട്ടീൻ കഴിഞ്ഞിട്ടുള്ള, സൈഗോട്ടീൻ കഴിഞ്ഞിട്ടുള്ള, ഒന്നാമത്തെ രണ്ടാമത്തെയും കഴിഞ്ഞിട്ടുള്ള, മൂന്നാമത്തെ പെക്കിറ്റീനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ ഗിവൻ ഡയഗ്രാം ചാപ്റ്റർ മോർഫോളജി റെപ്രസെന്റിംഗ് 3 types of estivation seen. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് എസ്റ്റിവേഷൻ. ഇതാണ് എന്ത്? വാൾവേറ്റ്. ഇതാണ് എന്ത്? ട്വിസ്റ്റഡ്. then imbricate കൊടുത്തിട്ടില്ല. ഇതാണ് എന്ത്? വെക്സിലറി. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കൊറോള ഇൻ ഫ്ലവേഴ്സ് വിത്ത് എസ്റ്റിവേഷൻ ലേബിൾഡ് സി? ഇതിന്റെ കൊറോളയുടെ പ്രത്യേകത എന്താ? ഇതിലൊക്കെ ഉള്ളത് എന്താണ്? സെയിം ടൈപ്പ് കൊറോളയാണ്, അല്ലെങ്കിൽ കാലിക്സ് ആണ്. ഇതിൽ എന്താണ്? സെയിം ടൈപ്പ് അല്ല, 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ്? നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ വീഡിയോ ബാക്ക് അടിച്ച് നോക്കി അറിയില്ലെങ്കിൽ കേട്ടോ. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞാൽ നമുക്ക് സമയം കളയണ്ടല്ലോ. ഓക്കെ, അടുത്തത് ദി ഗിവൻ ഫിഗർ ഷോസ് അഗൈൻ മോർഫോളജി ഓൺ ദ പൊസിഷൻ ഓഫ് ഫ്ലോറൽ പാർട്സ് ഓഫ് ദി തലാമസ്. ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇവിടെ ഓവർ ഇവിടെ മേലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഓവർ മേലെ കിടക്കുന്നത് ആയതുകൊണ്ട് ഹൈപ്പോഗൈനസ്. ഇവിടെ ഏകദേശം പകുതി താഴത്തല്ലേ കിടക്കുന്നത്, ഫുള്ള് താഴത്തല്ല, പകുതി താഴത്തല്ലേ കിടക്കുന്നത്. സോ ഇതെന്താണ്? പെരിഗൈനസ്. സോ എ എന്താണ്? ഹൈപ്പോഗൈനസ്. ബി എന്താണ്? പെരിഗൈനസ്. അതിൽ 3 ഇല്ലാത്ത എക്സ്പ്ലെയിൻ. എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവറിൽ എന്താ? തലാമസിന്റെ എൻഡ് മുകളിലേക്ക് വളർന്ന് ഇങ്ങനെ വളർന്ന് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഓവറിയെ എൻക്ലോസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? എപ്പിഗൈനസ് ഫ്ലവർ. എന്താണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് ഇതാക്കുക. ദെൻ ഫിഗർ, എപ്പിഗൈനസ് ഫ്ലവറിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ പെർഫെക്റ്റോ. അങ്ങനെ 3 മാർക്കല്ല, ഇതിന് 1 മാർക്ക് കയറി, ഇതിന് 2 മാർക്കൊന്നും തരൂല. ഇതിനേക്കാരെ 2 മാർക്ക് ഉണ്ടാവുക. സോ എന്താണ്? അതിൻ്റെ ഒരു ഫിഗറും കൂടിയും ഇങ്ങനെയുള്ളൊരു എക്സാക്ട് സെയിം ഫിഗർ ഒന്നും വേണ്ട. നിങ്ങൾ എന്താണോ എഴുതി വെക്കുന്നത് അതിൻ്റെതാ ഇങ്ങനെ ഓവറിടെ എൻക്ലോസ് ചെയ്തിട്ട് മാർജിനിൽ ഇങ്ങനെ വളരുന്നുണ്ട് എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഫിഗറും വരച്ചേക്കാം. നെക്സ്റ്റ് വൺ. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. ഇതെന്താണ് മക്കളെ? ഇതാണ് എന്ത്? റേഡിയൽ. ഇതാണ് എന്ത്? കൺജോയിന്റ്. ഓക്കെ, സോ ഇതാണ് എന്ത്? റേഡിയൽ. ഇതാണ് എന്ത്? കൺജോയിന്റ്. കൺജോയിന്റിൽ 2 എണ്ണം ഉണ്ട്. ഓപ്പണും ഉണ്ട്, ക്ലോസ്ഡും ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ക്യാമ്പിയം അല്ലേ? ക്യാമ്പിയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് എന്ന് വിളിക്കുന്നു? ഓപ്പൺ എന്ന് വിളിക്കുന്നു. ക്യാമ്പിയം ഇല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് എന്ന് വിളിക്കുന്നു? ക്ലോസ്ഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ identify the types of vascular bundles labeled as A and B. Write any 2 features of each vascular bundle. എന്ത്? ഓരോ വാസ്കുലർ റേഡിയലിന്റെ പ്രത്യേകത എന്താ? ഈ ഫിഗറിൽ തന്നെ ഉണ്ട്. എന്താണ്? സൈലവും ഫ്ലോയവും ഡിഫറൻറ്റ് റേഡിയസിലാണ് കിടക്കുന്നത്. ദെൻ രണ്ടാമതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇറ്റ് ഈസ് സീൻ ഇൻ റൂട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ഇതിന്റെ 2 ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫ്ലോയവും സൈലവും സെയിം റേഡിയസിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ക്യാമ്പിയം ഉണ്ട്. ആ ക്യാമ്പിയം ഉള്ളത് കൊണ്ട് ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം. പിന്നെ വേറൊരു പോയിന്റ് പറയാനും കൂടി പറഞ്ഞാൽ ഇത് എവിടെ കാണുന്നുണ്ട്? സ്റ്റെം. ഏത് സ്റ്റെമ്മിൽ? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഇത് കാണുന്നുണ്ട്. ഏത്? കൺജോയിന്റ് ഓപ്പൺ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്.
റൈറ്റ് എനി 3 എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ് ദാറ്റ് അഫക്റ്റ് ഫോട്ടോസിന്തസിസ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഫാക്ടേഴ്സ് അല്ല. അപ്പോൾ ഏതൊക്കെ വരും? സൺലൈറ്റ് വരാം, വാട്ടർ വരാം, ടെമ്പറേച്ചർ വരാം, ഹ്യൂമിഡിറ്റി വരാം, ഒരുപാടുണ്ട്. ദെൻ അടുത്ത ഏതാ? ഇന്റേണൽ ഫീച്ചേഴ്സ്. ഇന്റേണൽ ഫീച്ചേഴ്സ് എന്താ? ക്ലോറോപ്ലാസ്റ്റിന്റെ നമ്പർ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ്, ദെൻ ക്ലോറോപ്ലാസ്റ്റിന്റെ അറേഞ്ച്മെന്റ്, ന്യൂട്രിയൻസിൻ്റെത്, അങ്ങനെ ഒരുപാട് സംഗതികൾ. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ വൺ. The following are the anatomical features of flowering. Okay, so the following are the anatomical features of the flowering plants. Arrange these features in the table given below. Spongy parenchyma ila kannadu. Spongy parenchyma is seen in a leaf. Hypodermis ila kannadu. Hypodermis present in the stem. Exarch xylem eda kannadu. Root ilana kannadu. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ സ്റ്റെമ്മിലാണ് കാണുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാർജ് എം ടി ബുള്ളിഫോം സെൽസ് ലീഫിലാണ് കാണുന്നത്. ആൻഡ് എൻഡോഡെർമിസ് വിത്ത് ഗാസ്പേരിയൻ സ്ട്രിപ്പയിലാണ് കാണുന്നത്, റൂട്ടിലാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Given below is a schematic representation of the tricarboxylic acid cycle in respiration. Identify and write the compounds of A and B in the cycle. Name the scientist who first elucidate the cycle. Where does tricarboxylic acid cycle എന്നുള്ളതാണ്. എന്നുള്ള 3 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് 3 മാർക്ക് ഉണ്ടാകും. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ആൻഡ് ദ റൈറ്റ് കോമ്പൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി ഇൻ ദ സൈക്കിൾ. ഓക്കെ, സോ എ ആൻഡ് ബി. എ ഏതാണ്? എനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിട്രിക് ആസിഡ്. എയിലുണ്ടാവുന്നതാണ് എന്ത്? സിട്രിക് ആസിഡ്. ദെൻ സിട്രിക് ആസിഡ് ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്നു. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്ന ബി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? ഇറ്റ് ഈസ് ദ സക്സിനിക് ആസിഡ്. ദെൻ അടുത്ത എന്താ? നെയിം ദ സയന്റിസ്റ്റ് ഹൂ ഫസ്റ്റ് എലൂസിഡേറ്റ് ദ സൈക്കിൾ. ആരാണ്? ഹാൻസ് ക്രബ്. സോ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ ഈ സൈക്കിളിനെ എന്തെന്ന് വിളിക്കുന്നു? ക്രബ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. വേർ ഡസ് ട്രൈകാർബോക്സിലിക് സൈക്കിൾ. ക്രബ് സൈക്കിൾ എവിടെയാണ് ഒക്കെ ചെയ്യുന്നത്? യൂകാരിയോട്ടിക് സെല്ലിലെ മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോമോജീനസ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് എന്ത് കാണുന്നത്? നമ്മളുടെ ക്രബ് സൈക്കിൾ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ പ്രപ്പോസ്ഡ് ഫൈക്കിൻഹം ക്ലാസിഫിക്കേഷൻ? ഓ മോൻ, സിമ്പിൾ. ആരാണ്? അമേരിക്കൻ ടാക്സോണമിസ്റ്റ് ആയിട്ടുള്ള R.H. വിറ്റാക്കർ 1969 എന്ത് പ്രപ്പോസ് ചെയ്തത്? ഫൈക്കിൻഹം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. റൈറ്റ് ഡൗൺ ദ ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. 5 ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഏതൊക്കെയാണ്? സെൽ ഓർഗനൈസേഷൻ, ഓക്കെ, ദെൻ ബോഡി ഓർഗനൈസേഷൻ, ദെൻ അടുത്തത് എന്താ? മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദെൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഓക്കെ, ദെൻ ഫൈനലി എക്കോളജിക്കൽ റോൾ. ഓക്കെ, സോ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നുള്ളത് നോക്കും. പ്രൊകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ നോക്കും. എങ്ങനെയാണ് അവർ ന്യൂട്രീഷൻ ചെയ്യുന്നത് എന്ന്. ദെൻ മേജർ എക്കോളജിക്കൽ റോൾ ആൻഡ് ഫൈനലി ഫൈലോജനറ്റിക് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ. ഒബ്സർവ് ദ ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഫാമിലി. അതിനിപ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ആകെ ഒരു ഫാമിലി നമുക്ക് പഠിക്കാനുള്ളൂ. സോളനേസിയം. റൈറ്റ് എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഫ്ലവറിനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ? അപ്പം സോളനേസിയ അല്ലേ? ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, പിന്നെ സെപ്പലും പെറ്റലും പറയുകയാണെങ്കിൽ 5 ആണ്, യുണൈറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് പറയാനുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്. അല്ല, മുളക്, ബ്രിഞ്ചാല്, അങ്ങനെ ഒരുപാട് സംഗതി, ചില്ലി, അശ്വഗന്ധ, വെല്ലഡോണ, എത്രങ്ങാനും പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Diagrammatic representation of Hatch and Slack pathway അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ C4 cycle is shown below. Name the cells involved in this pathway. ഏതൊക്കെയാ? മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീത്ത് സെൽസും. Then identify the special type of anatomy. നമ്മൾ നേരത്തെ പറഞ്ഞുതരില്ല. അടുത്ത name 2 plants which show Hatch and Slack pathway. ഓക്കെ, ഏതൊക്കെയാണ്? മെയ്സ്, സോർഗം. മെയ്സ് ആൻഡ് ഫൈനലി സോർഗം. നെക്സ്റ്റ് അടുത്ത എന്താ? ഗ്ലൈക്കോളിസിസ് ഈസ് ദ partial oxidation of glucose to produce 2 molecules of pyruvic acid. Where does glycolysis occur? Cytoplasm. നേരത്തെ പറഞ്ഞതാ. Steps of glycolysis are given below. Write the name of compounds marked as A, B, C and D. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നു? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. അടുത്തതാരാ? ദെൻ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, THAP, DHAP, ട്രയോസ് ഫോസ്ഫേറ്റ്, 2 ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ്. അടുത്തത് ഏതാ? 2 ട്രയോസ് ഫോസ്ഫേറ്റ്. ഇവിടെ ബിസ്ഫോസ്ഫേറ്റ് ചെയ്യും. അടുത്ത ബി എന്താ? ബിസ്ഫോസ്ഫേറ്റ്. ഇവിടെ ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ് ചെയ്യും. ഇവിടെ ട്രയോസ് വെറും ഫോസ്ഫേറ്റ്, ട്രയോസ് ഫോസ്ഫേറ്റ്. ദെൻ അത് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ ഇതെന്താ? ഇതാണ് എന്ത്? PEP, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, പ്രിക്കോസർ ഓഫ് ദ പൈറുവിക് ആസിഡ്. പിന്നെ ഡി എന്താണ്? പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below is a graph of the growth curve. Write the name of the growth curve. ഏതാണ്? ലോജിസ്റ്റിക്. ഓക്കെ, അടുത്തത് ലേബൽ ദ സ്റ്റേജസ് മാർക്ക്ഡ് ആസ് A and B. ഇതെന്താണ്?
ഇത് മാർക്ക് ചെയ്യാത്തതാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലാഗ് ഫേസ്, ലോഗ് ഫേസ് ആൻഡ് ദിസ് ഈസ് ദ എന്ത് സ്റ്റേഷനറി ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. സോ മക്കളെ നമ്മളിപ്പോൾ ഇവിടെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഈ 30 ക്വസ്റ്റ്യൻസ് വൺ ഓഫ് ദി മോസ്റ്റ്, ഇതുവരെ നമ്മളുടെ ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 30 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാതെ പോകാതെ പഠിക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാമിന് പഠിക്കാൻ പോകരുത്. സോ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ചൊന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, അനാറ്റമി, then cell the unit of life, cell cycle and cell division, then photosynthesis, respiration and plant growth. ഒന്നാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്, മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മളുടെ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, ആ 3 കിങ്ഡംസ് ആണ്. ഓക്കെ, അത് നമ്മുടെ അനിമൽ കിങ്ഡത്തിനും പോലെയൊക്കെ ഇതായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇതാക്കാന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. എന്നാൽ ആ 3 കിങ്ഡംസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നുള്ളതല്ല. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തത് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒബിവിയസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആൽഗേന്റെ പോർഷനാണ്. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് പഠിച്ചു പോകേണ്ട സംഗതികളാണ്, ബാക്കിയൊന്നും പഠിച്ചു പോകേണ്ടതില്ല എന്നല്ല. ഏറ്റവും ഫൈനൽ ടച്ച് റിവിഷൻ ആയിട്ട് ഇതൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയാം. ആൽഗേ എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ. ദെൻ ലൈഫ് സൈക്കിൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രയോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാനുണ്ട്. ദെൻ നമ്മളുടെ പ്രോട്ടോനീമ, വാട്ട് ഈസ് എ പ്രോട്ടോനീമ, വാട്ട് ഈസ് എ പ്രോത്താലസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 മാർക്കിന് ചോദിക്കാൻ സാധ്യതകളുണ്ട്. ദെൻ അടുത്തത് അതോടെ പ്ലാന്റിങ്ങിന് കഴിഞ്ഞു. ദെൻ മോർഫോളജി. മോർഫോളജിയിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇതാക്കാൻ മനസ്സിലുണ്ടാവും, വീനേഷന്, എസ്റ്റിവേഷന്, അങ്ങനത്തെ പ്രോസസ്സുകളാണ് നമുക്ക് ഇതാക്കാനുള്ളത്. ദെൻ മേജർ കാര്യങ്ങളുടെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട്, ഫില്ലോടാക്സിന്റെ എക്സാമ്പിൾ, അങ്ങനത്തെ സംഗതികളൊക്കെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചുകൊണ്ട്. ദെൻ അടുത്തത് ഏതാ? അനാട്ടമിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അനാട്ടമിന്റെ ആ ടിഷ്യൂ സിസ്റ്റം ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ലീഫും റൂട്ടും സ്റ്റെമ്മും ആണ്. അത് മൂന്നും എന്ന് പറയുമ്പോൾ ടോട്ടൽ 6 എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ദെൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലേക്ക് വരുമ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ പോർഷൻ ആണ്. അതിൽ തന്നെ ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, അങ്ങനെയുള്ള സംഗതികൾ, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അതൊക്കെയാണ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ. ദെൻ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മിയോസിസ് ആണ്. മിയോസിസ് 1 പ്രോഫേസ് 1 ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയഗൈനസ്. അതിൽ ലെപ്റ്റോട്ടീൻ അങ്ങനെ ചോദിക്കാറില്ല. സൈഗോട്ടീൻ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, പാക്കറ്റീൻ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഡിപ്ലോട്ടീൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഡയാകൈനസിസ് അങ്ങനെ പ്രതീക്ഷിക്കാനുണ്ടാവില്ല. ഓക്കെ, എന്നാലും ഈ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. 5 ഇതിത്തെ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ദെൻ സെൽ സൈക്കിൾ കഴിഞ്ഞിട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് C3 സൈക്കിളും C4 സൈക്കിളും ആണ്. ദെൻ അടുത്തത് റെസ്പിറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രബ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ്, ETS അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, പക്ഷേ ആസ് ഐ സെഡ് ഏർലിയർ ETS ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, ഇപ്പം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഫൈനലി പ്ലാന്റ് ഗ്രോത്ത് എന്താണ്, നമ്മൾ ഹോർമോണുകളുടെ ഫംഗ്ഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ അല്ലെങ്കിൽ 40 മിനിറ്റ്സിൻ്റെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന 3 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 30 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റോ പറയാനുണ്ടെങ്കിൽ, ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഒരു ക്ലാസ് വേണ്ടില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ദെൻ അതുപോലെ നമുക്ക് അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുടെയും ദെൻ ഇനി അങ്ങോട്ടുള്ള +2ൻ്റെ ക്ലാസ്സുകൾക്കും മറ്റു സംഗതികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സംഗതികൾ നമ്മൾ സൗജന്യമായിട്ട് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചർ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ചാനൽ, ടാർഗറ്റ് ലേണിംഗ് ആപ്പ് എന്നുള്ളൊരു ചാനൽ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഉള്ള ബുക്ക്ലെറ്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് സംഗതികളൊക്കെ നിങ്ങൾക്ക് ആ ചാനലിൽ നിങ്ങൾക്ക് 100% ഒരു ഹിഡൻ ചാർജും ഇല്ല, 100% നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കളും, ഇത് കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാ മക്കളും ആ ഒരു വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി +2ൻ്റെ ഏതെങ്കിലും ലൈവിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിനോ നമുക്ക് ഇനിയും നമുക്ക് കാണാം. സോ അടുത്തവരേക്കും സന്ധിക്കും വരെ
വണക്കം. ഓക്കെ ബൈ. അപ്പോൾ നാളത്തെ എക്സാം അടിച്ച് പൊളിച്ച് തകർത്ത് എഴുതി വരണം കേട്ടോ. ബോട്ടണിയൊക്കെ സെറ്റാക്കി വരണം. സോളജി ഷെയർ സാറൊക്കെ നല്ല അടിപൊളിയാക്കി തന്നിട്ട്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ദി ലക്ക് മക്കളെ, ബെസ്റ്റ് ഓഫ് ദി ലക്ക്. നമുക്ക് 60 നമുക്ക് എന്ത് വാങ്ങണം? ബയോളജിയിൽ വാങ്ങണം. നന്നായിട്ട് നമുക്ക് +1 സ്കോർ ചെയ്തിട്ട് +2 നല്ല മാർക്ക് വാങ്ങണം. നമുക്ക് 1200 1180 മേലെ ടോട്ടൽ മാർക്ക് വാങ്ങണം. അപ്പോൾ സെറ്റല്ലേ? നിങ്ങളോടൊപ്പം ഇപ്പോൾ ഈ +1 ഇംപ്രൂവ്മെന്റിന് ഫ്രീ ആയിട്ട് ക്ലാസ് തരുന്ന ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങളോടൊപ്പം +2 ഉണ്ടാവും. ഫുൾ സെറ്റായിട്ട് മക്കളെ നമുക്ക് ഉണ്ടാവും. സോ ഞാൻ പോവുകയാണ്. അടുത്തതായിട്ട് സന്ധിക്കുമാരേക്കും. വണക്കം ഗൈസ്.